ജീവിതമാക്കിയ കേരളത്തിലെ മഹാരഥികളായ കലാകാരന്മാരിൽ പ്രമുഖനായ വിക്രമൻ നായർ ഇനിയും അരങ്ങെത്തിക്കാനാവാതെ പോയ തന്റെ മനസ്സിലുള്ള ഒരു നാടകത്തെക്കുറിച്ച് അടുത്ത കാലത്ത് ഹൃദയം തുറന്നു. കേരളത്തിലെ പ്രമുഖ പത്രമായ മാതൃഭൂമിയുടെ 2021 നവംബർ 21 വാരാന്ത്യ പതിപ്പിൽ ഭാനുപ്രകാശുമായി നടത്തിയ അഭിമുഖത്തിലാണ് അദ്ദേഹം അക്ഷരങ്ങളിലാക്കാതെ ഇനിയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നാടകത്തെക്കുറിച്ച് മനസ്സ് തുറന്നത്. അദ്ദേഹം പറഞ്ഞു, 1921 മാപ്പിള ലഹളയുടെ ഭീകരാവസ്ഥ അനുഭവിച്ചയാളാണ് എന്റെ അമ്മ വെള്ളക്കാമ്പടി തറവാട്ടിൽ ജാനകിയമ്മ. ലഹളക്കാലത്ത് അമ്മയുടെ 2 അമ്മാവന്മാരെ വെട്ടി കഷണങ്ങളാക്കി കോഴിക്കൂട്ടിലിട്ടു. അന്ന് രാത്രി തന്നെ തറവാട്ടിലെ സ്ത്രീകളും പുരുഷന്മാരും പല സ്ഥലങ്ങളിലും അഭയം തേടി. വലിയ ഉരുളി പോലുള്ള പാത്രങ്ങളിൽ കയറി പുഴ കടന്ന് ഏതൊക്കെയോ ഗ്രാമങ്ങളിലാണ് പലരും എത്തിച്ചേർന്നത്. വർഷങ്ങൾ കടന്നുപോയി. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ അമ്മ എന്നെയും കൊണ്ട് മലപ്പുറത്തിനടുത്തുള്ള ഒരു മുസ്ലിം തറവാട്ടിൽ പോകുമായിരുന്നു. അമ്മയെ കാണുമ്പോൾ വളരെ സന്തോഷത്തോടെ ഒരു സ്ത്രീ മുറ്റത്തേക്ക് ഇറങ്ങി വരും. ചായയും പലഹാരങ്ങളും അവർ ഞങ്ങൾക്ക് തരും. ഒരിക്കൽ അവർ അമ്മയെ അടുക്കളയുടെ പിറകിലെ വിറകുപുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനകത്ത് ചെറിയ ഒരു അലമാരയുണ്ട്. അത് തുറന്നപ്പോൾ ഉള്ളിൽ ഗുരുവായൂരപ്പന്റെ ഒരു ഫോട്ടോ. അത് നോക്കി അവർ അമ്മയോട് പറഞ്ഞു, ഞാൻ ദിവസവും ആരും കാണാതെ ഇവിടെ തൊഴാറുണ്ട് മോളെ. ആ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, ആരാണമ്മേ അവർ? ലഹളക്കാലത്ത് തറവാട്ടിൽ നിന്നും ഒളിച്ചോടിയ ഒരു അമ്മാവിയാണവരെന്നും ജീവഭയം കാരണം മുസ്ലിം മതം സ്വീകരിച്ച് ഒരു മുസ്ലിമിനെ വിവാഹം കഴിച്ചതാണെന്നും അമ്മ പറഞ്ഞു. അവരുടെ പേര് അമ്മിണിയമ്മ എന്നായിരുന്നു അത്രേ. മതം മാറിയപ്പോൾ ആമിനയായി. അമ്മ വിവരിച്ച ആ ജീവിതം ഇപ്പോഴും അരങ്ങിലെത്താത്ത ഒരു നാടകമായി എന്റെ മനസ്സിൽ തറഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് സ്വാതന്ത്ര്യ സമരം എന്ന് അവകാശപ്പെട്ട് വാഴ്ത്തപ്പെടുന്ന മാപ്പിള കലാപത്തിന്റെ ഇരകളിൽ ഒരാളുടെ ജീവിതത്തിന്റെ വിവരണമാണിത്. പറയുന്നത് വെള്ളക്കാമ്പടി തറവാട്ടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് ജീവനും കയ്യിൽ പിടിച്ചോടിയ ജാനകിയമ്മ. ഇന്ന് അനുസ്മരിക്കുന്നത് കേരളത്തിലെ അറിയപ്പെടുന്ന നാടക നടനും സംവിധായകനുമായ വിക്രമൻ നായർ. 75-ാം വയസ്സിലും അദ്ദേഹം മനസ്സിൽ കനലായി അവശേഷിപ്പിക്കുന്ന അരങ്ങെത്തിക്കുവാൻ കഴിയാതെ വന്ന ഒരു സംഭവത്തിന്റെ നേർവിവരണം. അദ്ദേഹത്തിന്റെ അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചവയാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹം നേരിട്ട് കണ്ട ഒരു അമ്മാവിയുടെ കഥ. ഇതായിരുന്നു 1921 കുപ്രസിദ്ധമായ മാപ്പിള ലഹള എന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ നേർമുഖം. വെള്ളക്കാമ്പടി തറവാട്ടിലെ 2 അമ്മാവന്മാരെ വെട്ടി കഷണങ്ങളാക്കി കോഴിക്കൂട്ടിലടച്ചത് ഏത് വിദേശ ഭരണത്തിന് എതിരായിട്ടായിരുന്നു. അവിടുത്തെ അമ്മായി അമ്മിണിയമ്മയെ മതം മാറ്റി വിവാഹം കഴിച്ച് സ്വന്തമാക്കിയതാണോ വിപ്ലവം? വെള്ളക്കാമ്പടിയിലെ അമ്മിണിയമ്മ ഒറ്റപ്പെട്ട കഥാപാത്രമാവില്ലല്ലോ. കലാപത്തിന്റെ അടിവേരായിരുന്ന മുസ്ലിം തീവ്രവാദത്തിന്റെ ഇരകളാക്കപ്പെട്ട ഹൈന്ദവ സ്ത്രീകളുടെ പ്രതീകമല്ലേ അവർ? വീടിന്റെ അടുക്കള വിറകുപുരയിലെ അലമാരയിൽ ഗുരുവായൂരപ്പന്റെ ചിത്രം വെച്ച് ജീവിതകാലം പൂജിച്ച ആമിന. കേരളത്തിൽ അത്തരക്കാരുടെ തലമുറ ഇല്ലാതായെങ്കിലും മുസ്ലിം അധിനിവേശം നടന്ന മറ്റു പല രാജ്യങ്ങളിലെ ഇന്നും ജീവിക്കുന്നുണ്ട് അമ്മിണിയമ്മയെ പോലുള്ള സാക്ഷികൾ. സൗദി അറേബ്യയിൽ ഇപ്പോഴും ബാക്കിയുള്ള അജ്ഞാത ക്രൈസ്തവരെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. അവർ വേഷത്തിലും ജീവിതക്രമത്തിലും എല്ലാ മുസ്ലിമുകളായിട്ടും യേശുവിൽ വിശ്വസിച്ച് ഒളിച്ചു ജീവിക്കുന്നു. മലബാർ കലാപത്തിലെ സമരനായകനെ വീരപുരുഷനാക്കുന്നതിന് പിന്നിൽ വർഗീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് ആർക്കാണ് സംശയം? അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും പുനഃസൃഷ്ടിച്ചിരിക്കുന്നു. ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങളെക്കുറിച്ച് പറയുന്നത് വർഗീയത. ഒരിക്കലും കേരളം അനുഭവിച്ചിട്ടില്ലാത്ത ഇത്തരം മാറ്റങ്ങൾക്കായി ആളും അർത്ഥവും കൊടുത്ത് ആ നാളുകൾ പുനഃസ്ഥാപിക്കുവാൻ നടക്കുന്ന നീക്കങ്ങൾ മഹത്തരങ്ങളും കേരളവും കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളും പോലും എത്രയോ മാറി. ചരിത്രത്തിലെ ഭീകര സംഭവങ്ങളിലെ പ്രതിനായകരെയെല്ലാം വീരപുരുഷന്മാരാക്കുവാൻ നടക്കുന്ന യത്നങ്ങൾ അവരുടെ ഭീകരതയ്ക്ക് ഇരയായവരുടെ മനസ്സിൽ തീ കോരിയിടുന്നുണ്ട്. മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തെ പോലും തളർത്തിക്കളഞ്ഞ ഒന്നായിരുന്നു മലബാർ കലാപമെന്ന് സാക്ഷാൽ EMS പോലും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്.
അന്നുവരെ മലബാറിൽ മുസ്ലിമുകളും ഹിന്ദുക്കളും തമ്മിൽ സ്നേഹത്തിലും സൗഹൃദത്തിലും ജീവിച്ചിരുന്നു. ഈ വിശ്വാസത്തെ ശരിക്കും മുതലാക്കിയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ഒരു ബന്ധവുമില്ലാതിരുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മുസ്ലിം നേതാക്കന്മാർ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാക്കിയത്. ഗാന്ധിജി പോലും ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്താങ്ങി. തുർക്കിയിലെ സുൽത്താൻ ബ്രിട്ടീഷുകാർ അടക്കമുള്ള വിദേശ ശക്തികളുമായി പോരാടി തോൽക്കുകയും ഖലീഫയുടെ ഭരണം ഇല്ലാതാവുകയും ചെയ്തതിനെതിരെയാണ് ഖിലാഫത്ത് സമരം വന്നത്. അന്ന് സ്വാതന്ത്ര്യ സമരത്തിന് മുസ്ലിമുകളുടെ കൂടെ പിന്തുണ കിട്ടുവാനാണ് ഗാന്ധിജി ആ സമരത്തിൽ പങ്കാളിയായതെന്ന് ചിത്രീകരിക്കുന്ന ചരിത്രകാരന്മാരുണ്ട്. ആ വ്യാഖ്യാനത്തിൽ വിശ്വസിക്കാനും ന്യായമുണ്ട്. ഏതായാലും മലബാറിലെ ഖിലാഫത്ത് സമരം നയിച്ചത് കോൺഗ്രസുകാരായിരുന്നു. അല്ലെങ്കിൽ മുസ്ലിമുകൾ തന്ത്രപൂർവം കോൺഗ്രസുകാരെ മുന്നിൽ നിർത്തി ഗാന്ധിജിയെ കരുവാക്കി. ആ സമരത്തെ തുടർന്നുണ്ടായ മലബാർ കലാപം ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തി. കോൺഗ്രസിനോട് ഹിന്ദുക്കൾക്ക് മാത്രമല്ല മുസ്ലിമുകൾക്കും അവിശ്വാസമായി. കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ താഴെ ഇറക്കുവാൻ തെക്കൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളായിരുന്ന PT ചാക്കോയും R ശങ്കറും 1957 ഒരുക്കിയ വിമോചന സമരത്തിലും പിന്നീടുള്ള ഇലക്ഷനിലും ലീഗുമായി സഹകരിക്കുവാൻ വടക്കൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കാണിച്ച എതിർപ്പിന് പിന്നിൽ ചരിത്രം കൊടുത്ത അനുഭവങ്ങളുടെ പിൻബലമുണ്ടായിരുന്നുവെന്ന് അന്ന് ചാക്കോയ്ക്കും ശങ്കറിനും മനസ്സിലായില്ല. അതേ തുടർന്ന് 1967 കോൺഗ്രസിനെ തോൽപ്പിക്കുവാൻ EMSഉം ലീഗിനെ കൂട്ടുപിടിച്ചു. ആ സർക്കാരിലെ സ്വാധീനം ഉപയോഗിച്ച് മലപ്പുറം ജില്ലയും കാലിക്കറ്റ് സർവകലാശാലയും നേടിയ ലീഗ് തങ്ങൾക്ക് ഗുണകരം മുന്നണി തകർക്കുന്നതാണെന്ന് കണ്ടപ്പോൾ EMSനെ വലിച്ചിട്ട് പുതിയ സംവിധാനത്തിലെത്തി. അങ്ങനെ ആഭ്യന്തര വകുപ്പ് നേടി. ആ നേട്ടങ്ങൾ വളർന്ന് മുഖ്യമന്ത്രി പദത്തിൽ വരെ എത്തി. പിന്നീട് വലതു മുന്നണിയിലെ നിർണായക ശക്തിയായി. കാര്യങ്ങൾ നേടി. ലീഗ് പിളർത്തി ഇടതുപക്ഷത്തെത്തിയവർക്ക് കാര്യമായി വളരാനായില്ല. ഇടതുപക്ഷത്ത് നിർത്തപ്പെടുന്ന ചെറിയ പാർട്ടികളുടെ എല്ലാം ഗതി ഇന്നുവരെ അങ്ങനെയാണ് പരിണമിച്ചിട്ടുള്ളത് എന്നതും ചരിത്രം. PM അബൂബക്കറും മാണിയും ജോസഫുമെല്ലാം ജീവനും കൊണ്ട് രക്ഷപ്പെട്ടതാണ് ചരിത്രം തരുന്ന പാഠം. ആ തന്ത്രം തന്നെയാണ് ഇപ്പോഴും CPM കളിക്കുന്നത്. ഏതാനും നേതാക്കളുടെ താല്പര്യങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ സമുദായത്തിൽ അവരെ അപ്രിയരാക്കുന്നു. ഇന്ന് സമുദായ അംഗങ്ങൾക്ക് നേതാക്കൾ പറയുന്നതിനപ്പുറം കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഖിലാഫത്ത് സമരത്തിലൂടെ കോൺഗ്രസ് വീണ ഒരു കെണിയിലാണ് പിണറായിയും CPMഉം റിയാസുമൊക്കെ പതിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 4 വോട്ടിനു വേണ്ടി അവർ ചരിത്ര സത്യങ്ങളെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പോലും തങ്ങൾക്കിഷ്ടമുള്ള വിധത്തിൽ ചിത്രീകരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയിലും സർക്കാരിലും അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുവാൻ കച്ചമുറുക്കുന്ന അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ മന്ത്രി റിയാസും. ഖിലാഫത്ത് സമരത്തിലൂടെ കോൺഗ്രസ് വീണ ഒരു കെണിയിലാണ് പിണറായിയും CPMഉം റിയാസും ഒക്കെ പതിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 4 വോട്ടിനു വേണ്ടി അവർ ചരിത്ര സത്യങ്ങളെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പോലും തങ്ങൾക്കിഷ്ടമുള്ള വിധത്തിൽ ചിത്രീകരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടിയിലും സർക്കാരിലും അദ്ദേഹത്തിന്റെ പിൻഗാമിയാകുവാൻ കച്ചമുറുക്കുന്ന അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ മന്ത്രി റിയാസും നടത്തുന്ന മുസ്ലിം പ്രീണന പ്രവൃത്തികൾ മറ്റു സമുദായങ്ങളിൽപ്പെട്ടവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. വാരിയൻ കുന്നത്തിനെ കുറിച്ച് റിയാസ് ഫേസ്ബുക്കിൽ കുറിച്ച വരികളും മലബാർ കലാപത്തെ സ്വാതന്ത്ര്യ സമരമായി ചിത്രീകരിക്കുവാൻ CPM ഏതാണ്ട് ഒന്നാകെയും നടത്തുന്ന നീക്കങ്ങളും സ്നേഹത്തോടെ വീക്ഷിക്കുന്നവർ വർദ്ധിക്കുന്നുണ്ട്. പാലക്കാട് BJP പ്രവർത്തകനായ സഞ്ജിത്തിനെ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന SDPI പ്രവർത്തകരെ പിടികൂടുവാൻ പോലീസ് കാണിച്ച അമാന്തം ആർക്കാണ് സംശയമുണർത്താത്തത്? SDPIക്കാർ പ്രതികളാകുന്ന എല്ലാ കേസിലും എന്ന പോലെ പ്രതികൾ കീഴടങ്ങുവാൻ തീരുമാനിക്കുന്നത് വരെ പോലീസ് എന്ത് ചെയ്തു എന്ന ചോദ്യം വ്യാപകമായി ഉയരുന്നു. അതിലും പക്ഷം ചേർന്ന നിലപാടാണ് ഹലാൽ വിഷയത്തിൽ മുഖ്യമന്ത്രിയും ഭരണകക്ഷിക്കാരും കൈക്കൊള്ളുന്നത്. ഹലാൽ എന്ന പദത്തിന് അനുവദനീയമെന്നാണ് അർത്ഥമെന്നതാണ് മുഖ്യമന്ത്രി ഹലാൽ മുദ്രയെ ന്യായീകരിക്കുന്നതിന് നടത്തുന്ന വാദം. ആർക്കനുവദനീയം? എന്തുകൊണ്ട് അനുവദനീയം? ISI മുദ്ര പോലെ ഒരു ലൈസൻസോ ഇത്? എങ്കിൽ എന്തേ ഹലാൽ എന്ന പദം തന്നെ ഉപയോഗിക്കുന്നു?
മലയാളത്തിൽ അനുവദനീയമെന്നും ഹിന്ദിയടക്കം മറ്റു ഭാഷകളിൽ സമാന പദങ്ങളും ഉപയോഗിച്ചാൽ പോരായിരുന്നു. ഹലാൽ എന്ന അറബി പദം തന്നെ എന്തിനുപയോഗിക്കുന്നു? ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ മുഖ്യമന്ത്രിയോ അദ്ദേഹത്തെ പിന്താങ്ങുന്നവരോ തയ്യാറാകുന്നില്ല. ഹലാൽ മുദ്രയ്ക്ക് ഏറെ അർത്ഥമുണ്ടെന്ന് ആർക്കാണറിയാത്തത്? റൂഷ്മ ചെയ്തത് എന്നോ പൂജിച്ചത് എന്നോ ഒരു മുദ്ര കൂടി ഇതുപോലെ പതിക്കുവാൻ സർക്കാർ ധൈര്യം കാണിക്കുമോ? ഹലാൽ എന്ന പദത്തിന് ഇതുപോലെ തികച്ചും മതപരമായ ഒരു അർത്ഥമുണ്ടെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? ശബരിമലയിൽ പ്രസാദത്തിനുപയോഗിക്കുന്ന ശർക്കര ഈ മുദ്രയുള്ളതാകണമെന്ന് ശഠിക്കുന്നത് എന്തിന്? ഒരു മതാചാരപ്രകാരം നിർമ്മിക്കപ്പെട്ടവ മറ്റുള്ള മതങ്ങളുടെ പുണ്യകേന്ദ്രങ്ങളിൽ പോലും ഉപയോഗിക്കണമെന്ന് ശഠിക്കുന്നത് എന്തിന്? പാർലമെന്റ് ക്യാന്റീനിൽ പോലും ഹലാൽ മുദ്രയുള്ള വിഭവങ്ങൾ ഉപയോഗിക്കുന്നുവെന്നത് ഈ മുദ്രയുടെ പിന്നിലുള്ളവരുടെ നീക്കങ്ങൾ എത്ര വ്യാപകമായിരിക്കുന്നു എന്നതിന്റെ അടയാളം കൂടിയാണ്. നിരുപദ്രവം എന്ന പേരിൽ ഹലാൽ വസ്തുക്കൾ അതിവ്യാപകമാക്കിയിരിക്കുന്നു എന്നും പാർലമെന്റ് ക്യാന്റീനിൽ ഈ മുദ്രയുള്ള വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് എന്ന് ജോൺ ബ്രിട്ടാസ് എംപിയുടെ ലേഖനം സത്യമാണെങ്കിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇത്രയുമൊക്കെ ഒത്താശ ചെയ്തിട്ടും വഖഫ് ബോർഡ് വിഷയത്തിൽ മുസ്ലിമുകൾ സർക്കാർ നീക്കത്തെ ഒന്നിച്ചെതിർത്തു. സർക്കാർ സഹായത്തോടെ നടത്തപ്പെടുന്ന വഖഫ് ബോർഡുകളിലെ നിയമനം PSCക്ക് വിടാനുള്ള സർക്കാർ നിർദ്ദേശത്തെ മുസ്ലിം സംഘടനകൾ ഒന്നിച്ചെതിർത്തു. ആ കളിയുടെ അവസാനത്തിൽ മുഖ്യമന്ത്രി മുസ്ലിം ഐക്യത്തെ പൊളിച്ചതായാണ് അടയാളങ്ങൾ. മോസ്കുകൾ കേന്ദ്രീകരിച്ച് സർക്കാർ നീക്കത്തിനെതിരെ സമരം നടത്താനുള്ള സംയുക്ത സമ്മേളനത്തിന്റെ തീരുമാനത്തിൽ നിന്നും സമസ്തയെ പിന്മാറ്റാനായി. പള്ളികളിൽ വെച്ച് സമരം വേണ്ട, മഹലുകളിൽ വെച്ച് മതി എന്നായി സമസ്തയുടെ തീരുമാനം. അങ്ങനെ മുസ്ലിം പ്രതിഷേധത്തിന്റെ നേതൃത്വം മുഖ്യമന്ത്രി ലീഗിന്റെ നിയന്ത്രണത്തിൽ നിന്നും മാറ്റി. സർക്കാർ നിലപാടിൽ ഉറച്ചുനിന്ന സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിയെപ്പോലും സമസ്ത നേതാക്കൾ ധിക്കാരിയായി ചിത്രീകരിക്കുവാൻ സാഹചര്യമുണ്ടാക്കി. അവസാനം മുഖ്യമന്ത്രി രക്ഷകനായി മാറുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിച്ചു. മുഖ്യമന്ത്രിയുടെ ഈ കളി ലീഗിനെ ചെറുതാക്കിയെങ്കിലും ശക്തിപ്പെടുത്തുന്നത് തീവ്രവാദ നിലപാടുകാരെയാണ്. മുഖ്യമന്ത്രിയിൽ നിന്നും കാര്യങ്ങൾ നേടാൻ അവർ ഇപ്പോൾ നടത്തുന്ന തന്ത്രപരമായ നീക്കം എന്നും അങ്ങനെയാവണം എന്നില്ല. അവർക്ക് വേണ്ടത് അവരുടെ താല്പര്യങ്ങളുടെ വിജയമാണ്. മുഖ്യമന്ത്രി കൈവരിക്കുന്ന താൽക്കാലിക നേട്ടങ്ങൾ പക്ഷേ ഭാവിയിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് തന്നെ ആപത്താകാം. മുസ്ലിം പ്രീണനത്തിനായി മാപ്പിള കലാപത്തിലെ വാളിന് തുരുമ്പ് പിടിച്ചിട്ടില്ല എന്ന് അലറി വിളിച്ച് സമൂഹത്തിൽ ഭീതി വളർത്തുന്നവർക്ക് സർക്കാർ തന്നെ ഒത്താശ ചെയ്യുന്നുവെന്ന് കരുതപ്പെടുന്ന സാഹചര്യത്തിലും ഈ നീക്കങ്ങളുടെ ആപത്ത് മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന മുസ്ലിം നേതാക്കന്മാർ തന്നെയുണ്ട്. അവരിലൊരാളാണ് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. നവംബർ 28-ന് എറണാകുളത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിച്ച അദ്ദേഹം അപകടമുണ്ടാക്കിയ തകർന്നുപോയ ചരിത്രത്തെ പുനരാവിഷ്കരിക്കുവാൻ യത്നിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി. മലബാർ കലാപം അന്നത്തെ സാഹചര്യത്തിൽ ശരിയായിരുന്നുവെന്ന് ഷാജിയും പറയുമ്പോഴും ആ ശരിക്ക് അദ്ദേഹം കൊടുത്ത ഉദാഹരണം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ വ്യത്യസ്തമായ സ്വാതന്ത്ര്യ സമര രീതിയാണ്. ഭാരതം സ്വാതന്ത്ര്യം നേടിയത് ഗാന്ധിജിയുടെ സമാധാന മാർഗങ്ങളിലൂടെയായിരുന്നുവെന്നത് ചരിത്ര സത്യമാണെന്ന് അടിവരയിട്ട ഷാജി, പക്ഷേ നേതാജി സ്വാതന്ത്ര്യ സമര ഭടനല്ലെന്ന് പറയാനാവുമോ എന്ന ചോദ്യത്തിലൂടെ വാര്യൻ കുന്നനെ ന്യായീകരിച്ചുകൊണ്ട് തള്ളിപ്പറയുകയാണ്. ചരിത്രത്തെ പുനരാവിഷ്കരിച്ച് തീവ്രപാതയിലേക്ക് കൊണ്ടുപോകുവാൻ ആര് ശ്രമിച്ചാലും ലീഗ് എതിർക്കുമെന്ന് ഷാജി പറഞ്ഞു. മലബാർ കലാപം വടക്കൻ കേരളത്തിലായിരുന്നുവെങ്കിൽ സർക്കാർ ഒത്താശയോടെ തീവ്രവാദികൾ നടത്തുന്ന കലാപത്തിന്റെ പുനരാവിഷ്കരണത്തിലൂടെ തെക്കൻ കേരളത്തിലും സംശയത്തിന്റെ തീ പടർത്തപ്പെടുന്നത് ഷാജി മനസ്സിലാക്കുന്നുണ്ടാകണം. കേരളത്തിലെ മുസ്ലിമുകളിൽ 60% മലബാറിലുള്ളത്. തെക്കൻ ജില്ലകളിലാണ് ബാക്കി 40%. പാലക്കാട്, എറണാകുളം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ അവരുടെ നല്ല സ്വാധീനമുണ്ട്. വാര്യൻ കുന്നനെക്കുറിച്ചും തുരുമ്പ് പിടിക്കാത്ത വാളുകളെക്കുറിച്ചും പലയിടത്തും സെമിനാറുകൾ സംഘടിപ്പിക്കപ്പെട്ടതാണ് ഹിന്ദുക്കളുടെ മനസ്സിൽ അടക്കി വെക്കപ്പെട്ടിരിക്കുന്ന തൂവൂർ കിണറിലെ കബന്ധങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള സെമിനാറുകൾക്കും അനുസ്മരണങ്ങൾക്കും നിമിത്തമായത്. ഈ പശ്ചാത്തലത്തിലാണ് ഷാജിയുടെ മുന്നറിയിപ്പ്.
വാള് പിടിച്ച കൈകളിൽ പേന പിടിപ്പിച്ചതും സമൂഹത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ചതും മറക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെല്ലാം മുസ്ലിം ലീഗാണ് കാരണമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. പൂർണ്ണമായും ശരിയല്ലെങ്കിലും മലബാറിലെ മുസ്ലിം ജനതയുടെ പുരോഗതിയിൽ ലീഗിനുള്ള പങ്ക് ചില്ലറയല്ല. 6 മന്ത്രിസഭകളിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയ ഇക്കാര്യത്തിൽ വഹിച്ച പങ്ക് വലുതാണ്. മലപ്പുറത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം അദ്ദേഹം തുടക്കം കുറിച്ച വികസന സംരംഭങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കുവാനുമായി. കത്തി വലിച്ചെറിയുവാൻ ഉപദേശിച്ച മുഹമ്മദ് കോയ ഏതു മന്ത്രിസഭയിലെയും ശാന്തനായ മുൻനിരക്കാരിൽ ഒരാളായി നിന്ന് സമുദായത്തിന്റെ താല്പര്യങ്ങൾ സാവകാശം നേടിക്കൊണ്ടിരുന്നു. കേരളത്തിലെ പല പാർട്ടിക്കാരും സമുദായം പറഞ്ഞ് വോട്ട് നേടുന്നുണ്ട്. പക്ഷേ അവരാരും സ്വന്തം സമുദായത്തിന് വേണ്ടി ഏറെയൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അതല്ല CHന്റെ ചരിത്രം. കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്ക് സ്വന്തം സമുദായത്തിന് വേണ്ടി നേടാനായതിലും വളരെയേറെ കാര്യങ്ങൾ നേടുവാൻ അദ്ദേഹത്തിനായി. അലി മുസ്ലിയാർ അടക്കമുള്ളവർ സമരപാതയിലേക്ക് പോയപ്പോൾ വരക്കൽ മുല്ലക്കോയ ഉൾപ്പെടെയുള്ളവർ അരുതെന്ന് പറഞ്ഞത് ഷാജി പുതിയ തലമുറയെ ഓർമ്മിപ്പിച്ചു. മലബാർ കലാപം തകർത്ത മണ്ണിനെ പരിഷ്കരിച്ചു കൊണ്ടുവന്നത് സീതി സാഹിബും ബാഫക്കി തങ്ങളുമായിരുന്നുവെന്ന് ഷാജി ഓർമ്മിപ്പിച്ചു. കത്തി വലിച്ചെറിയാനാണ് CH മുഹമ്മദ് കോയ ഉപദേശിച്ചത്. ലീഗിനെ ഇല്ലാതാക്കി തീവ്രവാദികളെ സമുദായ നേതൃത്വത്തിൽ ശക്തരാക്കുവാൻ കരുക്കൾ നീക്കുന്നവർക്ക് താൽക്കാലിക നേട്ടങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും കേരളത്തിലെ മതേതരത്വത്തിന് കൂടുതൽ ആപത്താണ് അവർ ഉണ്ടാക്കുന്നത്. ഷീലോഹിന്റെ കാഴ്ചകൾ അടുത്തയാഴ്ച വീണ്ടും കാണാം.